നിങ്ങളെ സൂറത്തുർ റഹ്മാനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 25 ആയത്ത് വരെ നമ്മൾ വിശദീകരിച്ചു. 26-ാം ആയത്ത് മുതൽ 30-ാമത്തെ ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ, നിഅമത്തുകളെ, കാരുണ്യം ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു തആല ഈ സൂറത്തിൽ ഓരോ ആയത്തുകളിലായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു തആല ഈ ദുനിയാവിൽ നമുക്ക് സംവിധാനിച്ചു തന്ന ഒരുപാട് നിഅമത്തുകളെ, മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു നൽകിയത്, ഈ ഭൂമിയിൽ അല്ലാഹു തആല സംവിധാനിച്ചു തന്നത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് നിഅമത്തുകളെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആയത്തിൽ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കുല്ലു മൻ അലൈഹാ ഫാൻ, ഭൂമിയിലുള്ള എല്ലാ ജീവികളും എല്ലാം നശിച്ചു പോകുന്ന, അസ്തമിക്കുന്ന ഒരു സമയം വരാനുണ്ട്. എല്ലാവരും, ആരും ഇവിടെ ബാക്കിയാവുകയില്ല. എല്ലാവർക്കും മരണമുണ്ട്, അന്ത്യമുണ്ട് എന്നുള്ളതാണ്. ഈ ആയത്തിൽ വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങളുണ്ട്. ഒന്നാമതായി കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാറ്റിന്റെ മേലിലും, എല്ലാ വസ്തുക്കളുടെ മേലിലും അന്ത്യം വരാനുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു മാത്രമേ ഇവിടെ ബാക്കിയാകുന്നുള്ളൂ. വയബ്ഖാ വജ്ഹു റബ്ബിക, നിങ്ങളുടെ റബ്ബിന്റെ വജ്ഹ് മാത്രമാണ്, മാത്രമാണ്, അല്ലാഹുവിന്റെ ദാത്ത് മാത്രമാണ്, സത്ത മാത്രമാണ് ഇവിടെ ബാക്കിയാകുന്നത്. ബാക്കിയെല്ലാം അസ്തമിക്കും, എല്ലാം നശിച്ചു പോകാനുള്ളതാണ്. ഇവിടെ കുല്ലു മൻ അലൈഹാ ഫാൻ എന്ന് സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു തആല കൊണ്ടുവന്നു. മരണം ഇവിടെ ഈ സൂറത്തില് അനുഗ്രഹങ്ങൾ മാത്രമാണല്ലോ എണ്ണി പറയുന്നത്. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന റഹ്മത്തുകള്, നിഅമത്തുകളാണ് എണ്ണി പറയുന്നത്. പക്ഷേ ഒരാള് എന്തായാലും മരിച്ചു പോകും, മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു അല്ലാതെ ഇവിടെ വേറെ ഒന്നും ബാക്കിയാകൂല എന്ന് പറയുമ്പോ ആ മരണത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഒരു അനുഗ്രഹമായി മാറുന്നത്? മരണം എങ്ങനെയാണ് ഒരു അനുഗ്രഹമായി മാറുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഈ സൂറത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകളെയാണ് പറയുന്നത്. ഇനി സ്വർഗവും നരകവും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ മരണം എങ്ങനെയാണ് ഇവിടെ വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് എങ്ങനെ എണ്ണാൻ പറ്റുമെന്നാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റു പല സൂറത്തുകളിലും അല്ലാഹു തആല മരണം അനുഗ്രഹമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അബസ, അബസ വതവല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂറത്തിൽ അല്ലാഹു തആല പറയുന്നു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسره ثم أماته فأقبره എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ അവൻ തീർന്നു പോകട്ടെ. ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ മാ അക്ഫറ, എന്ത് കണ്ടിട്ടാണ് ഇത്രയും തെളിവുകളൊക്കെ അല്ലാഹു നൽകിയിട്ട് ഇങ്ങനെ ധിക്കരിക്കുന്ന ഒരു മനുഷ്യൻ? ഖുതില എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ അവൻ ഒന്നുമല്ലാതായി പോകട്ടെ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു വർത്തമാനാണ്. ഇത്രയും മാ അക്ഫറ, എന്ത് കണ്ടിട്ടാണ് അവൻ അവിശ്വസിക്കുന്നത്? എത്രയോ നിഅമത്തുകൾ അല്ലാഹു നൽകി,
മിൻ അയ്യി ശൈഇൻ ഖലഖഹ്, എത്രയോ സൃഷ്ടികൾ അവന് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹു തആല അവനെ എങ്ങനെയാണ് ഏത് ഒരു വസ്തുവിൽ നിന്നാണ് ഉണ്ടാക്കിയത് നിഅമത്തുകൾ എണ്ണി പറയാണ്. മനുഷ്യന് വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും അവന്റെ ഉത്ഭവം തന്നെ അല്ലാഹു തആല വലിയ നിഅമത്തായിട്ട് എണ്ണുകയാണ്. മിൻ അയ്യി ശൈഇൻ ഖലഖഹു, ധിക്കരിക്കുന്ന മനുഷ്യന് എവിടെ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് അവൻ ചിന്തിക്കുന്നുണ്ടോ? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ഒരു ബീജത്തിന്റെ കണികയിൽ നിന്ന് അവനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ഫഖദ്ദറഹു, എന്നിട്ട് മാത്രമല്ല ആ വയറ്റിൽ കിടക്കുന്ന ചെറിയ ഭ്രൂണത്തിന് അല്ലാഹു തആല പിന്നെ അവൻ ഭാവിയിൽ എങ്ങനെയാകണം എന്നുള്ള രൂപകൽപ്പനകൾ നൽകി. പിന്നീട് അവൻ ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അല്ലാഹു തആല അവന് പുറത്തേക്ക് വരാനുള്ളതെല്ലാം സംവിധാനിച്ചു കൊടുത്തു. അല്ലാഹു തആല നിഅമത്തുകളെ അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണി പറയാണ്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു, ചെറിയ കുഞ്ഞായി അവൻ വളർന്നു. ചിലപ്പോൾ അവൻ യുവാവായി, അല്ലെങ്കിൽ അതിനു മുമ്പ് മരണപ്പെട്ടു, അല്ലെങ്കിൽ യുവാവായി യുവത്വം കഴിഞ്ഞു പ്രായമെത്തി, വാർദ്ധക്യമായി, ആ സമയത്ത് അവൻ മരണപ്പെട്ടു. ഏത് രീതിയിലായാലും അല്ലാഹ് നിഅമത്തുകൾ എണ്ണീറ്റ് പറയുന്നു. മനുഷ്യനെ പിന്നെ ഞാൻ മരിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവനെ ഖബറിലേക്ക് കൊണ്ടുപോയി അടക്കം വെക്കുന്നുണ്ട്. അപ്പ സൂറത്തുൽ അബസയിൽ അല്ലാഹു തആല മരണം എന്നുള്ളത് മനുഷ്യന് അല്ലാഹു ചെയ്തു കൊടുത്ത വലിയൊരു നിഅമത്തായിട്ടാണ് എണ്ണുന്നത്. ഇപ്പോഴും നമുക്ക് എങ്ങനെ മരണം ഒരു നിഅമത്തായി മാറാൻ തോന്നും? ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം, അപ്പൊ ശരിക്കും മനസ്സിലാകും മരണം എങ്ങനെ നിഅമത്തായി മാറും. നോക്കൂ നിങ്ങൾ, ഒന്നാമതായി 3-4 കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും. ഒന്നാമതായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് വലിയ ഒരു ഖൈറാണ്. പക്ഷേ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിരി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവ് എന്നുള്ളത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജയിലാണ്. സിജ്നുൽ മുഅ്മിൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ദുനിയാവ് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജയിലാണ്. അതിന് പരിമിതികളുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റില്ല, അങ്ങോട്ട് നോക്കാൻ പറ്റൂല. കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഒരു പരിധിക്കുള്ളിലാണ് മനുഷ്യനുള്ളത് ദുനിയാവിൽ. അതേ സമയത്ത് ജന്നത്തുൽ കാഫിർ, അമുസ്ലിമീങ്ങൾക്കാണെങ്കിലോ ഇവിടെ സ്വർഗമാണ്. അവർക്കിവിടെ നിയമങ്ങളില്ല, വിലക്കുകളില്ല, എവിടെയും പോകാം, എങ്ങോട്ടും നോക്കാം, തെറ്റ് നല്ലത് എന്നൊന്നും ചിന്തിക്കുന്നില്ല, ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദുനിയാവ് സ്വർഗമായിട്ടാണ് അവർ കാണുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനെ ഈ ദുനിയാവ് ജയിലാണെന്ന് പറയുമ്പോ ആരും ജയിലിൽ തുടരെ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല, ജയിലിൽ നിന്ന് പുറത്തു വരാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് എപ്പോഴാണ്? അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ ഇമാമിങ്ങൾ, വലിയ വലിയ മഹാന്മാരായ സ്വഹാബത്തടക്കമുള്ള പലരും മരണം വന്നപ്പോ നേരത്തെ കുട്ടി എന്റെ മരണം വരുന്നു എന്നവര് തിരിച്ചറിഞ്ഞു. എന്നിട്ടോ ആ മരണം വരുമ്പോ അവര് ചിരിക്കുന്നു. അറിയുമോ, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആരാണ്? ഇസ്ലാമിന്റെ മുഅദ്ദിൻ എന്നറിയപ്പെട്ട മഹാനാണ്. അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടിരുന്ന കറുത്ത വർഗക്കാരനായിരുന്ന ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു, പീഡനങ്ങൾ ഏറ്റുവാങ്ങി, ഈമാനിന് പവർ കൂടി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്നു. ഈമാനികമായ പവർ വന്നിട്ട് ഇസ്ലാമിന്റെ
നാസിന്റെ മുഅദ്ദിനായി മാറി. ആ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ ഈമാനിന്റെ കടുവെട്ടി കൊണ്ട് മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ മദീനയിൽ നിന്ന് നാട് വിട്ടുകളഞ്ഞു. ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ മദീനത്ത് നിന്ന് നാടുവിട്ടു. മദീന ഇനി എനിക്ക് യോജിക്കുന്നില്ല, കാരണം ഹബീബായ തങ്ങളില്ലാത്തൊരു മദീന സങ്കല്പിക്കാനാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായല്ലോ, ഇനി ഞാൻ എങ്ങനെ മദീനയിൽ നിൽക്കാനാണ്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പോയി. അവിടെ നിന്ന് ഹിജറ, അവിടെ നിന്ന് നാട് വിട്ടു പോയി. ആ ബിലാൽ ഇബ്നു റളിയല്ലാഹു അൻഹു പിന്നെ സ്വപ്നത്തിൽ കാണുന്നു, അല്ലയോ ബിലാലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, മാ ഹാദിഹിൽ ജഫവതു യാ ബിലാൽ, അല്ലയോ ബിലാലെ, എന്തു പറ്റിപ്പോയി? എന്നെയും എന്റെ മദീനയും വിട്ടങ്ങ് നാട് വിട്ടുപോയോ? ഹബീബായ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിച്ചു. ഉടനെ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ തിരിച്ചു വരികയാണ് മദീനയിലേക്ക്. ഇന്നും കാണാം മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയുടെ ചാര, മദീനയിൽ പോയവർക്കറിയാം, മസ്ജിദുൻ നബവിയുടെ ചാരെ മസ്ജിദു ബിലാൽ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. മസ്ജിദു ബിലാൽ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ മസ്ജിദു ബിലാൽ ഇന്ന് നിൽക്കുന്ന സ്ഥാനത്ത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. മദീനയുടെ മസ്ജിദ് നബിയുടെ പരിധിയിലേക്ക് ചെല്ലുന്നില്ല. 3 ദിവസം അവിടെ തങ്ങി. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിച്ചു സ്വീകരിച്ചതിന് ശേഷമാണ് ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ മസ്ജിദ് നബവിയിലേക്ക് പോയതെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയുള്ള മഹാനായ ബിലാൽ തങ്ങൾ, നബി തങ്ങളില്ലാത്ത ഈ ലോകത്ത് നാട്ടിൽ എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് നാടുവിട്ട ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ വഫാത്തിന്റെ സമയമായപ്പോ പാട്ട് പാടുന്നു ചിരിച്ചുകൊണ്ട്, വദന്നൽ ഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹബാ. ഈ സംഭവം മഹാനായ ഖാദി ഇയാദ് തങ്ങൾ അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി എഴുതി വെക്കുന്നുണ്ട്. വദന്നൽ ഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹബാ. കൂടി നിൽക്കുന്നവർ ചോദിക്കല്ല ബിലാൽ തങ്ങളെ, മരിക്കുമ്പോഴാണോ നിങ്ങൾ പാട്ടുപാടുന്നത്? എന്തേ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത്, പാട്ടുപാടുന്നത്? ഒന്നുമല്ല, ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഇന്നങ്ങ് മരിച്ചാൽ ഞാൻ എന്റെ ഹബീബായ തങ്ങളടുക്കിലേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് മരണം എനിക്ക് വലിയ ഒരു അനുഗ്രഹമാണെന്ന് ബിലാൽ ഇബ്നു റബാഹ്. ഇതൊരു ഉദാഹരണമാണ്. ഇങ്ങനെ എത്രയോ മഹാന്മാര്, ഖുർആനിനെ നിരന്തരം ഓതിയ മഹാന്മാര്. അതേ, ഒരു മഹാന് മരിക്കുന്ന സമയത്ത് മക്കളൊക്കെ ചുറ്റുഭാഗം നിന്നിട്ട് കരയാണ്. ബാപ്പ ചോദിച്ചു, എന്തിനാ മക്കളെ നിങ്ങൾ കരയുന്നത്? ബാപ്പാന്റെ വിയോഗം ഓർത്തിട്ടാണോ? നിങ്ങളാരും കരയണ്ട. ഈ പള്ളിയിലെ 4 തൂണിലും ഇരുന്നിട്ട്, ഓരോ തൂണിലും ചാരിയിരുന്നിട്ട് ബാപ്പ 10 വീതം ഖത്മുൽ ഖുർആൻ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ബാപ്പാക്ക് മരിക്കുമ്പോ ബേജാറില്ല. ഇങ്ങനെ നന്മ ചെയ്ത എത്രയോ മഹാന്മാര് അവര് മരണം വന്നപ്പോ സന്തോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഈ അർ-റഹ്മാൻ എന്ന സൂറത്തിൽ, കുല്ലു മൻ അലൈഹാ ഫാൻ. നല്ല മനുഷ്യർക്ക് മരണം അനുഗ്രഹം തന്നെയാണ്. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമത് മരണം ഓർമ്മപ്പെടുത്തലാണ്. അല്ലാഹു തആല മരണത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മനുഷ്യൻ ജനിച്ചു, ചെറിയ കുഞ്ഞായി ജനിച്ചു, അവൻ വലുതായി വളർന്ന യുവാവായി. ആ യുവാവായി അവൻ വയസ്സായി വന്നു. പ്രായമെത്തിയാൽ അവൻ മരിക്കുന്നുണ്ട്, ഇടക്കും മരിക്കുന്നുണ്ട്. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒരു ജീവിതമുണ്ട് എന്ന് അല്ലാഹു സൂറത്തുർ റഹ്മാനിൽ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും കാലം ജീവിച്ചിട്ട് പടച്ചോൻ എന്നോട് ഇങ്ങനെ ഒരു കാലശേഷം ഇങ്ങനെ ഒരു സംഭവം ആഖിറുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, അത് പടച്ചോനൊന്ന് പറയാമായിരുന്നില്ലേ എന്ന് പിന്നെ പറയരുത്. അതുകൊണ്ട് ഒരു വഞ്ചനയല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തൽ. അപ്പൊ മരണത്തെക്കുറിച്ച് അറിയിക്കൽ ഒരു റഹ്മത്താണ്. അതുകൊണ്ടാണ് സൂറത്തുർ റഹ്മാനിൽ ഈ മനുഷ്യന്റെ മരണത്തെ ഓർമ്മപ്പെടുത്തിയത് എന്ന് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമതായി, നമ്മുടെ വീട്ടിൽ ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുകയാണ്.
രോഗം വന്നാൽ മക്കള് നോക്കും. മക്കള് നോക്കുന്നതിന് പരിധിയുണ്ട്. വാപ്പയും ഉമ്മയും രോഗിയായി കിടന്നിട്ട് മലവും മൂത്രവും സ്വന്തമായ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് കിടപ്പിലായാൽ നോക്കുന്നവരൊക്കെ അങ്ങ് ക്ഷീണിക്കാൻ തുടങ്ങും. ഒരു പരിധിവരെ നോക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ചില ആളുകളൊക്കെ ദുആ ചെയ്യാൻ പറയാൻ തുടങ്ങും. ഖൈറായ തീരുമാനത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. വാപ്പൊന്നും മരിച്ചിട്ടാന്ന് വരക്കണെന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അതല്ലെങ്കിലോ ഈ രോഗി തന്നെ ആഗ്രഹിക്കും, ഇവിടെ എങ്ങനെ നരകിക്കണേക്കാളും നല്ലത് എനിക്കൊന്ന് മരിച്ചു കിട്ടണം, അതിനു വേണ്ടി ദ്വാരക്കണമെന്ന്. അപ്പൊ മരണം അവിടെ എന്താ? അവിടെ അനുഗ്രഹമായിട്ടാണ് വരുന്നത്. അതാണ് അല്ലാഹു തആല സൂറത്തുർ റഹ്മാനിൽ കുല്ലു മൻ അലൈഹാ ഫാൻ, മരണം അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, മരണം എന്നൊരു സംഭവം ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഇത്രയും ആളുകൾ ഇങ്ങനെ പെരുകി വരുന്നുണ്ട്. മരണം ഇല്ലായിരുന്നു എങ്കിൽ ഈ ജനങ്ങളൊക്കെ എവിടെ പോയി കിടക്കും? കുറെ എണ്ണം എല്ലാ വീട്ടിലും 10-20 വയസ്സായ രോഗികൾ, ഉമ്മാരും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പ്രായമാകുമ്പോ എല്ലാവരും ക്ഷീണാണ്, എല്ലാവർക്കും എണീക്കാൻ വയ്യ, എല്ലാവരും കിടപ്പിലാണ്, കട്ടില് മതിയാവൂല. കിടപ്പിലായിട്ട് ആളുകൾ അങ്ങ് നേരം ഓരോ വീട്ടിലും 10-20 ഉമ്മാന്റെ അങ്ങനെ കുറെ എണ്ണം, വാപ്പാന്റെ വകയിൽ കുറെ, ഇങ്ങനെ എല്ലാരും കൂടെ മരിക്കാതെ ഉണ്ടായിരുന്നു. എന്തൊരു അവസ്ഥ! അപ്പൊ മരണം എന്താണ്? റഹ്മത്താണ്. അപ്പൊ മരണം റഹ്മത്താണ്. അതുകൊണ്ടാണ് മരണത്തെപ്പറ്റി അല്ലാഹു തആല നിഅമത്തുകളെ റഹ്മത്തുകളെ എണ്ണിപ്പറഞ്ഞ സൂറത്തുർ റഹ്മാൻ. നമുക്ക് ഒറ്റടിക്ക് കേൾക്കുമ്പോൾ മരണപ്പ് എങ്ങനെയത് റഹ്മത്താവുന്നു നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ ഈ വിശദീകരണം നമ്മൾ പഠിക്കുമ്പോഴാണ് ശരിയാണ് കേട്ടോ, മരണം നല്ല സംഭവം ഇവിടെ നടന്നിട്ടില്ലെങ്കിൽ ആകെ ഇടങ്ങേറായി, ഇല്ലേ? ആകെ ഇടങ്ങേറ. ഒരു വല്യാപ്പ വീട്ടിലുണ്ടായാൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ കൂടി ആ വല്യാപ്പാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ആ വല്യാപ്പാക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും, അല്ലേ? ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, അതുകൊണ്ട് ഭാര്യയ്ക്ക് എങ്ങോട്ടും പോകാൻ പറ്റൂല, അല്ലേ? അവൾക്ക് അവളെ വീട്ടിലും കൂടെ അവൾ പോകാറില്ല. കാരണം എന്താ? ഒരു ഉമ്മ വീട്ടിൽ സുഖമില്ലാതെ കിടന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു 10 വല്യമ്മമാരും ഒരു 10 വല്യാപ്പന്മാരും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങോട്ടും പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് മരണം എന്നുള്ളത് മനുഷ്യകുലത്തിന് ഒരു നിഅമത്താണ്, റഹ്മത്താണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ എത്ര വലുതായാലും അവസാനമാകുമ്പോൾ നിങ്ങളെല്ലാവരും മരിക്കേണ്ടവരാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ. ഇനി നോക്കൂ നിങ്ങൾ, വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പിന്നെ ആരാണ് ഇവിടെ ബാക്കിയാകുന്നത്? അല്ലാഹ് മാത്രമാണ്. വയബ്ഖാ, ഇവിടെ ബാക്കിയാകും. ആര് ബാക്കിയാകും? വജ്ഹു റബ്ബിക, നിന്റെ റബ്ബിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം മുഖം എന്നാണ്. അള്ളാഹുവിന്റെ മുഖം ബാക്കിയാകും എന്ന് പറയാൻ പറ്റൂല. ഖുർആനിൽ ചിലയിടങ്ങളിൽ കാണാം ബിയദിഹിൽ മുൽക്ക്, അള്ളാഹുവിന്റെ കൈ എന്നവിടെ എതിന് നമ്മൾ അർത്ഥം വെക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അധികാരം എന്നാണ് അവിടെ വെക്കേണ്ടത്. ഇവിടെയും വയബ്ഖാ വജ്ഹു റബ്ബിക, അള്ളാഹുവിന്റെ മുഖം ബാക്കിയാകും എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുഖം ഇങ്ങനെ ബാക്കിയാവുന്നില്ല, പടച്ച റബ്ബ് മാത്രമാണ് ഇവിടെ ബാക്കിയാവുള്ളൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ അള്ളാഹുവിന് മുഖം, അള്ളാഹുവിന് കൈ, അള്ളാഹുവിന് കാല്, അങ്ങനെ നമ്മൾ ശരീരത്തെ സങ്കല്പിക്കുന്നത് പോലെ അള്ളാഹുവിനെ സങ്കല്പിക്കാൻ പാടില്ല. യാദൽ ജലാലി വൽ ഇക്റാം എന്ന് നമ്മൾ ദിക്ർ ചൊല്ലാറുണ്ട്. ദുൽ ജലാലി വൽ ഇക്റാമാണവൻ, വലിയ അളമത്തുള്ളവനാണവൻ. അവന്റെ സൃഷ്ടികൾക്ക് ബഹുമാനം നൽകിയവനാണ്, അവനും വലിയ ബഹുമാനമുള്ളവനാണ്. യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ ചേർത്തിട്ടാണ് അല്ലാഹു അവിടെ പറഞ്ഞത്. യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന ദിക്റിന് വലിയ മഹത്വമുണ്ട്. യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ വലിയ മഹത്വമുള്ള ദിക്റാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ ഖുർത്തുബിയിൽ പറയാണ്, വറവാ അനസ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയല്ലാഹു ബി യാദൽ ജലാലി വൽ ഇക്റാം, നിങ്ങൾ യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ, ആ ദിക്റിനെ നിങ്ങൾ പിന്തുടരണേ, വിടാതെ പിടിക്കണേ.
യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ വലിയ പവറുള്ള ദിക്റാണ്. അസ്മാഉൽ ഹുസ്ന നമ്മൾ ചെല്ലുമ്പോൾ അതിൽപ്പെട്ട ഒരു ദിക്റാണ് യാദൽ ജലാലി വൽ ഇക്റാം. കണ്ടില്ലേ നിങ്ങൾ, നമ്മൾ ഇശാഇന്റെ സമയത്തിരുന്നിട്ട് ഹദ്ദാദ് ചെല്ലാറുണ്ട്. ആ ഹദ്ദാദിലും യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ദിക്ർ, മറ്റുള്ള ദിക്റൊക്കെ 3ഉം 4ഉം ഒക്കെ ചെല്ലുമ്പോ യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം 7 പ്രാവശ്യം ചൊല്ലുന്നുണ്ട്. കാരണം യാദൽ ജലാലി വൽ ഇക്റാമിന് വലിയ പവർ ഉണ്ട്. എന്താണ് യാദൽ ജലാലി വൽ ഇക്റാം? പടച്ചവനെ, അമിത്ന, ഞങ്ങളെ നീ മരിപ്പിക്കണേ, അലാ ദീനിൽ ഇസ്ലാം, ദീനിൽ ഇസ്ലാമിലായി കൊണ്ട് ഈമാനുള്ള മരണം ഞങ്ങൾക്ക് നൽകണം. ഹദ്ദാദിൽ പല ആളുകളും പങ്കെടുക്കൂല. നഷ്ടമാണ്, നഷ്ടം, വളരെ നഷ്ടമാണ്. ചില ആളുകൾ ഹദ്ദാദ് വേറെ കുറച്ച് ആളുകൾക്ക് മാത്രമല്ല, വേറെന്തോ സെപ്പറേറ്റ് ദിക്ർ അവർ ചെല്ലുന്നതാണെന്ന് വിചാരിച്ചുവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളെ, ഹദീസിൽ വാരിദായി വന്ന ദിക്റുകളെ മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച് നമുക്ക് ചെല്ലാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ഹദ്ദാദ് റാത്തീബാക്കി തന്നതാണ്. അല്ലേ? അസ്ലഹല്ലാഹു, അവിടെ ഇരുന്നിട്ട് ചെല്ലുന്നെന്താ? അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅ്മിനീൻ. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന, പഠിച്ചവനെ, മുസ്ലിമീങ്ങളെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ. സറഫല്ലാഹു ശർറൽ മുഅ്മിനീൻ, ആ മുസ്ലിമീങ്ങൾക്കെതിരെ വരുന്ന എല്ലാ വിപത്തുകളെയും നീ തട്ടി നീക്കണേ. ഇതാ വരാത്തോനും കൂടി വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ചെല്ലണേ. അവൻ മുസ്ലിമാണല്ലോ. ഈ ഹദ്ദാദിൽ പങ്കെടുക്കാത്തവനും വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പാവങ്ങളിരുന്ന് ചെല്ലണേ. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കുമാണ് ചെല്ലുന്നത്. വശറഫല്ലാഹു ശർറൽ മുഅ്മിനീൻ. അപ്പൊ യാദൽ ജലാലി വൽ ഇക്റാം ഹദ്ദാദിലുള്ള ഒരു ദിക്റും കൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലില്ലു ബിയാദൽ ജലാലി വൽ ഇക്റാം. നോക്കൂ നിങ്ങൾ, യാദൽ ജലാലി വൽ ഇക്റാം നിങ്ങൾ അങ്ങനെ ചൊല്ലിക്കോ. അത് വളരെ വളരെ പ്രധാനപ്പെട്ട, അല്ലാഹു ഇജാബത്ത് തരാൻ വലിയ നല്ല ദിക്റാണ്. നീ വേറെ കുറെ ദിക്റും തന്നെ നടക്കാൻ നിൽക്കണ്ട, ഇത് പിടിച്ചോ, യാദൽ ജലാലി വൽ ഇക്റാം. ഇമാം ഖുർത്തുബി പറയുന്ന ഒരു സംഭവമുണ്ട്. വഅൻ സഈദിൽ മഖ്ബരിയോ എന്ന മഹാനവറുകൾ പറയുകയാണ്, അന്ന റജുലൻ അലഹ ഫജഅല യഖൂലു അല്ലാഹുമ്മ യാദൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുമ്മ യാദൽ ജലാലി വൽ ഇക്റാം. ഒരു മഹാനവറുകൾ അവർ ചെല്ലുകയാണ്, യാദൽ ജലാലി വൽ ഇക്റാം, ഇങ്ങനെ അള്ളാനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഉടനെ ഒരു അശരീരി കേൾക്കുന്നു, ഫനൂദിയ, അവരെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇന്നി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു വിളിയാളം വന്നു, ഇന്നി ഖദ് സമിഅതു ഫമാ ഹാജതുക. അല്ല മോനെ, നീ ഇങ്ങനെ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞിട്ട് എന്നെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്നി ഖദ് സമിഅതു, ഞാൻ കേട്ടിട്ടുണ്ട്, നീ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫമാ ഹാജതുക, എന്താ നിന്റെ ആവശ്യം എന്താന്ന് പറഞ്ഞോ എന്ന് പടച്ചവന്റെ ഭാഗത്ത് നിന്ന് ഫനൂദിയ, ഒരു വിളി വന്നു എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ യാദൽ ജലാലി വൽ ഇക്റാം ചില്ലറ സംഭവമല്ല, അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്, വലിയ പവർ ഉണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നത് കാണാം, ഫി ദുആഇൽ മഅ്സൂർ, അസറുള്ള ഉത്തരം ലഭിക്കുന്ന നല്ല ദുആകൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ടതാണ് യാ ഹയ്യു യാ ഖയ്യൂം യാ ബദിഅസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലാ അൻത ബിറഹ്മതിക നസ്തഗീസു അസ്ലിഹ് ലനാ ശഅനനാ കുല്ല വലാ തകിൽനാ ഇലാ അൻഫുസിനാ തർഫത ഐൻ. ഈ ദുആ അല്ലാഹു തആല വലിയ ഉത്തരം നൽകുന്ന പവിത്രതയുള്ള ദിക്റാണ്. അതിൽ യാദൽ ജലാലി വൽ ഇക്റാം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അലില്ലോ, നിങ്ങൾ പിന്തുടരണേ, യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്റിനെ നിങ്ങൾ പിന്തുടരണേ. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹ് ചോദിക്കുന്നത്, ഫബിഐ ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ.
രണ്ടു കൂട്ടരോടും ചോദിക്കാം, മനുഷ്യരോടും ജിന്നുകളോടും. ഇനി ഇതിൽ നിങ്ങൾ ഏതാണ് കളവാക്കുന്നത്? എന്നിട്ട് അല്ലാഹ് അടുത്ത നിഅമത്ത് പറയാണ്, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർള് കുല്ല യൗമിൻ ഹുവ ഫീ ശഅനിൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർള്, അല്ലാഹുവിനോട് ആകാശത്തും ഭൂമിയിലും ഉള്ളവർ ചോദിക്കുന്നു. കുല്ല യൗമിൻ, എല്ലാ സമയത്തും ചോദിക്കുന്നുണ്ട്. ഹുവ ഫീ ശഅനിൻ, എന്നാൽ അല്ലാഹു തആലയാണെങ്കിലോ അവൻ ഫുൾ ടൈം ഈ വിഷയത്തിൽ ബിസിയാണ്. അല്ലാഹ് തിരക്കാണെന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് ഇതൊന്നും സംഭവമല്ല. എന്നാലും എത്രയോ ആളുകളുടെ വിഷയം പടച്ചവൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കുന്നതാണ് ആയത്തിന്റെ ഒരു ആശയം. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർള്, മഹാന്മാരായ ഇമാമിയങ്ങൾ മുഫസ്സിരീങ്ങൾ അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു. മഹാനായ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം സ്വാവി അവിടുത്തെ തഫ്സീർ സ്വാവിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അഹ്ലുസ് സമാവാതി യസ്അലൂനൽ മഗ്ഫിറ, ആകാശത്തുള്ള ആളുകൾ ആരാണ്? അഹ്ലുസ് സമാവാത്ത് ആരാണ്? അത് മലക്കുകളാണ്. അവര് അള്ളാഹിനോട് മഗ്ഫിറത്തിനെ ചോദിക്കുന്നു. വലാ യസ്അലൂന റിസ്ഖ്, അവർ അള്ളാഹിനോട് ഭക്ഷണം ചോദിക്കുന്നില്ല. കാരണം മലക്കുകൾ തിന്നുന്നില്ല, കുടിക്കുന്നില്ല, അവർക്ക് അതിന് ആവശ്യമില്ല. അപ്പൊ അള്ളാഹിനോട് അവരിങ്ങനെ മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വാഹിലുൽ അർളി യസ്അലൂനഹുമാ ജമീഅ, നമ്മളെ പണി എന്താ? നമ്മൾ റിസ്ഖ് തിന്നും വേണം, കുടിക്കും വേണം, എന്നാൽ അതിന്റെ കൂടെ മഗ്ഫിറത്തും വേണം. ഒന്നും വിട്ടൊഴിവാക്കുന്ന എല്ലാരും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖൗലിഹി തആല, അല്ലാഹു തആല ഈ പറഞ്ഞതിനെ കുറിച്ചിട്ട് ഹബീബായ തങ്ങളോട് ചോദിച്ചു. എല്ലാ ദിവസവും അല്ലാഹ് ബിസിയാണ്, അല്ലാഹു തആല ആ കാര്യത്തിൽ വ്യാപൃതനാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഫഖാല, അപ്പൊ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല എല്ലാ ദിവസവും, എല്ലാ സമയവും, എല്ലാ ദിവസവും കുല്ല യൗമിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് സദാ സമയത്തും അല്ലാഹു തആല നമുക്ക് വേണ്ടി നിഅമത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അല്ലാഹ് ചെയ്യുന്നത്? അയ്യഗ്ഫിറ ദംബൻ, അതേ ദോഷങ്ങൾ ചെയ്തവനെ പടച്ചോനെ പൊറുക്കണേ, പടച്ചോനെ പൊറുക്കണേ എന്ന് പറയുമ്പോൾ അവന് പുറത്തു കൊടുക്കണം. അതുപോലെ തന്നെ വയക്ഷിഫു കുർബൻ, ടെൻഷനുള്ളവനെ, പ്രയാസങ്ങളുള്ളവരെ അല്ലാഹുവിനെ സമീപിക്കുമ്പോൾ അവന്റേത് മാറ്റി കൊടുക്കണം. ചില കൗമുകൾ ഞങ്ങൾക്ക് ഇസ്സത്ത് തരണേ തരണേ എന്ന് പറയുമ്പോൾ അവൻ ഇസ്സത്ത് കൊടുക്കണം. ചില കൗമിനെ താഴ്ത്തി കളയേണ്ടി വരും, അപ്പൊ അവൻ അടിച്ചമർത്തുകയും വേണം. ചില ആളുകളെ നല്ല സ്ഥാനത്ത് അധികാരത്തിലേക്ക് കയറ്റിക്കൊണ്ടുവരണം. മറ്റുള്ളവനെ സ്ഥാനത്ത് നിന്ന് ഇടിച്ചു താഴ്ത്തണം. എല്ലാം അല്ലാഹുവിന്റെ പണിയാണ്. അല്ലേ? കുറെ ആളുകൾ ഇവിടെ നിന്നിട്ട് പഠിച്ചോനെ കടം വീട്ടി തരണം, അപ്പൊ അവന്റെ കടം വീട്ടി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. പഠിച്ചോൻ എന്റെ സ്ഥലം ഒന്ന് കച്ചവടാക്കണം, അപ്പൊ കുറച്ച് കച്ചവടക്കാർ അവിടെ എത്തിച്ചു കൊടുക്കണം. പഠിച്ചോനിന്റെ രോഗം ഒന്ന് ശിഫിയാക്കി തരണം, അപ്പൊ രോഗാണുക്കളെ മുഴുവനും ഇല്ലാതെയാക്കണം. പഠിച്ചോനിന്റെ വേദന ഒന്ന് സുഖപ്പെടുത്തണം. എന്റെ മകളെ കല്യാണം ഒന്ന് ശരിയാക്കി തരണം. എന്റെ വീട് പണി ഒന്ന് പെട്ടെന്ന് പൂർത്തീകരിച്ചു തരണം. എന്റെ ഈമാൻ ഒന്ന് സലാമത്താക്കി തരണം. മരിക്കുമ്പോ ഈമാൻ ഒന്ന് വേണം. അപ്പുറത്തൊരാൾ മരിക്കാൻ കിടക്കണം, മരണം അവിടെ നടക്കണം. ഇപ്പുറത്ത് ഇവിടെ പ്രസവം എടുത്തിരിക്കുകയാണ്, ഇവിടെ പ്രസവം നടക്കണം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും പടച്ചവന്റെ ഇടപെടൽ വേണം. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർള്, ഭൂമിയിൽ ഏതാ നമ്മൾ പറഞ്ഞത്? ആകാശത്തെ മലക്കുകളുടെ വേറെയുണ്ട്, മറ്റുള്ള ജീവികളുടെ വേറെയുണ്ട്. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ആ റബ്ബിനോട് സദാ സമയത്തും എല്ലാവരും ചോദിക്കുന്നു. എന്നാൽ രാത്രിയാകുമ്പോ ചോദിക്കൽ നിൽക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ രാത്രിയാകുമ്പോ വേറെ സ്ഥലത്ത് പകലാണ്. എന്നാലോ ഇവിടെ രാത്രിയായാലും ചില ആളുകൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വീണ്ടും ചോദിക്കാണ്. എവിടെയും ഒരു ഗ്യാപ്പും കൊടുക്കുന്നില്ല. കുല്ല യൗമിൻ എന്ന് പറഞ്ഞാൽ കുല്ല വഖത്തിൻ, എല്ലാ സമയത്തും വഖത്ത് എന്നാണ് ജലാലൈനി പറഞ്ഞത്. ഹുവ ഫീ ശഅനിൻ, അല്ലാഹു തആല ഫുൾ ടൈം നമുക്ക് വേണ്ടി നിഅമത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എത്ര വലിയ നിഅമത്താണ്. ഈ ഒരൊറ്റ ആയത്ത് മതി എല്ലാ നിഅമത്തും ഉൾപ്പെടുത്താൻ, എല്ലാ നിഅമത്തും ഉൾപ്പെടുത്താൻ. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർള്. മതി. എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹിനോട് ചോദിക്കാത്ത ഒരു വിഷയങ്ങളുമില്ല, അള്ളാഹ് ചെയ്തു കൊടുക്കാത്ത ഒരു വിഷയം എല്ലാം അതിൽ പെട്ടു എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്നുകളോടും മനുഷ്യന്മാരോടും ചോദിക്കുക, ഇനി നിങ്ങൾ ഏത് നിയമം വെച്ചിട്ടാണ് നിങ്ങൾ എന്റെ നിയമത്തിനെ കളവാക്കുന്നത്? ഏത് നിയമം വെച്ചിട്ടാണ് നിങ്ങൾ എന്റെ നിയമത്തിനെ കളവാക്കുന്നത്? നിങ്ങൾക്ക് മരണം, നിങ്ങൾ ബേജാറായി, പക്ഷെ ശരിക്കും മര്യാദക്കടെ പറഞ്ഞപ്പോ മരണം ഒരിണക്കിൽ അതാണ് നല്ലത് എന്ന് തോന്നിപ്പോയി അല്ലെ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിയമത്ത് ശരിക്കതിൽ പറഞ്ഞു തന്നിട്ട് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങൾ എങ്ങനെ പഠിച്ചവനെ കളവാക്കുന്നു എന്നാണ് അള്ളാന്റെ ചോദ്യം. അല്ലാഹു തആല ഖുർആൻ കേട്ടതുപോലെ അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.